നിലവിലെ സാമ്പത്തിക ക്രമം സൃഷ്ടിച്ച ചുറ്റുപാടിൽ മനുഷ്യൻ കൂടുതൽ ആർത്തിയുള്ളവനായി മാറിക്കഴിഞ്ഞു. ലാഭക്കൊതിയോടുകൂടി ധാരാളം സംരംഭങ്ങൾ ആരംഭിക്കുകയും വികസന പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇന്ന് സാധാരണമാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി താപനില ഉയരുകയും കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ. ഇതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടന്നെങ്കിലും പരിസ്ഥിതി ഓഡിറ്റിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചർച്ച നടന്നില്ല. ഈ വീഡിയോയുടെ ഉള്ളടക്കം അതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്കൊരു മുഖ്യാതിഥിയുണ്ട്, ഡോക്ടർ എസ് മുരളീധരൻ. അദ്ദേഹം ഒരു പരിസ്ഥിതിവാദിയാണ്, സുസ്ഥിര വികസന വാക്താവാണ്, അതേസമയം ഒരു സാമ്പത്തിക വിദഗ്ധനുമാണ്. ഈ പരിസ്ഥിതി ഓഡിറ്റിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ചർച്ചയിൽ എന്താണ് പരിസ്ഥിതി ഓഡിറ്റിംഗ് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഒരു വിഭവം പ്രകൃതിയിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഘട്ടം മുതൽ അത് ഉൽപാദന പ്രക്രിയയ്ക്ക് വിധേയമാവുകയും അവസാനം ഉൽപ്പന്നമായി ഇല്ലെങ്കിൽ സേവനമായി അത് ഉപഭോക്താവിലെത്തുന്ന ഘട്ടം വരെയും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനും ഉൽപാദന പ്രക്രിയയിലും പ്രകൃതി സൗഹാർദ്ദമായ രീതികൾ ഉപയോഗിക്കുന്നതിന് എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ള ഒരു പരിശോധനയാണ് പരിസ്ഥിതി ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ പൂർത്തീകരിച്ച പദ്ധതികളുടെ അല്ലെങ്കിൽ സംരംഭങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഒരു പരിശോധനയാണ് പരിസ്ഥിതി ഓഡിറ്റിംഗ് എന്ന് പറയാം. ഈ സാഹചര്യത്തിൽ ഉയരുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് പരിസ്ഥിതി ഓഡിറ്റിങ്ങിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പിന്തുടരേണ്ടത് പരിസ്ഥിതി അക്കൗണ്ടിംഗ് ആണെന്നുള്ളൊരു വാദമാണ്. ഇതിനോട് എത്ര കണ്ട് യോജിക്കുന്നു? അങ്ങനെയെങ്കിൽ എന്താണ് പരിസ്ഥിതി അക്കൗണ്ടിംഗ്? ശരിയായ പ്രകൃതിയെ സംബന്ധിച്ച പരിശോധന എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ അടങ്ങിയതാണ്. ഒന്ന്, ഏതൊരു ഉൽപാദന പ്രക്രിയയിലും അതിന് ഒരു ഫിനാൻഷ്യൽ ഡയമെൻഷനുണ്ട്. അതിനോടൊപ്പം വരുന്ന രണ്ടാമത്തേതാണ് പരിസ്ഥിതി ഓഡിറ്റ്. അതിൽ നിന്നുള്ള ഫലങ്ങളെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായിട്ട് ചേർത്ത് കാണണം. ഇത് 3 കൂടി ചേരുന്നതാണ് എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തേക്കാൾ വയനാടിന് കൂടുതൽ പ്രസക്തമാകുന്നത് എൻവയോൺമെന്റൽ അക്കൗണ്ടിംഗ് ആണ്. പരിസ്ഥിതി ഓഡിറ്റിങ്ങും പരിസ്ഥിതി അക്കൗണ്ടിങ്ങും ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഉരുൾപൊട്ടലിൻ്റെ ആഘാതവും വളരെ കൂടുന്നു. ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് വനനശീകരണം. കൂടുതൽ ആളുകളും ഉരുൾപൊട്ടലിന് ഒരു കാരണമായിട്ട് വനനശീകരണത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വനനശീകരണം എന്ന് പറയുമ്പോൾ അത് വെറും വെജിറ്റേഷൻ മാത്രമല്ല, ആ വയനാടിൻ്റെ ഭൂസ്ഥിതിക്കും അവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുസരിച്ച് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾ, പല മരങ്ങളും അത് മുകളിലോട്ടുള്ള അതിൻ്റെ പൊക്കമനുസരിച്ച് തന്നെ താഴോട്ട് വേരുകളും പോയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ 4 വഴിക്കും വേരുകളും പോയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം, പ്രത്യേകിച്ച് ആ മരങ്ങളുടെ വേരുകളുടെ ശൃംഖലകൾ മണ്ണിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ വെള്ളഭാഗത്തേക്ക് പോവുകയും മേൽമണ്ണിനെയും പാറയെയും ഈ വേരുകളുടെ ശൃംഖല പിടിച്ചു നിർത്തുകയും ചെയ്യുന്നതുകൊണ്ട് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നു എന്ന് മാത്രമല്ല, ആ വെള്ളത്തെ അവിടെ പിടിച്ചു നിർത്താനും മഴക്കാലം കഴിഞ്ഞാലും കുറേശ്ശെ വെള്ളത്തെ റിലീസ് ചെയ്യുന്നതിനും ഈ വെജിറ്റേഷൻ സിസ്റ്റത്തിന് കഴിയും. പക്ഷേ വനനശീകരണത്തിലൂടെ മേൽമണ്ണ് ഒലിച്ചു പോവുകയും ഈ ജലത്തെ ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുന്നതിന് ഇടയാക്കും.
വനനശീകരണത്തോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന ഒരു വലിയ വാദം, അല്ലെങ്കിൽ ഇതിനെ എല്ലാം ഒരു പക്ഷേ നിഷ്പ്രഭമാക്കിക്കൊണ്ടിട്ട് വിദഗ്ധർ പറയുന്ന ഒരു വലിയ വാദം എന്ന് പറയുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് വലിയ കാരണമായത് അതിതീവ്ര മഴയും ഭൂമിയുടെ ചരിവുമാണെന്നാണ്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൂടുതൽ മഴ പെയ്തു. ഇതിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏറ്റവും ഈ അടുത്ത കാലത്ത് വന്ന ശാസ്ത്രീയ പഠനങ്ങളിൽ ഉള്ള ഒരു കണ്ടെത്തലാണത്. നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. കാര്യം പ്രൊഫഷണൽസ് പറയുന്ന കാര്യമാണല്ലോ. അതായത് അതിതീവ്രമായ മഴ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഈ കാലാവസ്ഥ മാറ്റത്തിൽ അത് നമ്മൾ ഉൾക്കൊണ്ടേ കഴിയുള്ളൂ. പക്ഷേ ഭൂമിയുടെ ചരിവ് ഈ ഉരുൾപൊട്ടലിന്റെ ആക്കം കൂട്ടുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഭൂമിയുടെ ചരിവൊന്നും അതിന് ആയിരക്കണക്കിന് 10,000-ത്തിലധികം വർഷങ്ങളുടെ സ്വഭാവമുള്ള, അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ കാണാൻ ഞാൻ തയ്യാറില്ല. യഥാർത്ഥത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനം ഇനിയും വരേണ്ടിയിരിക്കുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ കണക്കുകളാണുള്ളത്. അത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ആ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിലെ 75% ഭൂപ്രദേശവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. അത് കഴിഞ്ഞിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ പറയുന്നത് കേരളത്തിലെ 19,307 ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതി ലോല പ്രദേശമെന്നാണ്. അത് കഴിഞ്ഞ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് പ്രകാരം 9,993.7 ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതി ലോല പ്രദേശം. തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു സമിതിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ആ സമിതിയുടെ കണക്ക് പ്രകാരം 8,656.46 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിക്കപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ കമ്മിറ്റികളുടെ തുടർച്ചയുടെ ഫലമായിട്ട് പരിസ്ഥിതി ലോല പ്രദേശം 0 സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര കരട് വിജ്ഞാപനമുണ്ടായത്. അത് പ്രകാരം കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് തന്നെയാണ് അവരാവർത്തിച്ചിരിക്കുന്നത്. 9,993.7 ചതുരശ്ര കിലോമീറ്റർ. മാത്രമല്ല കേരളത്തിലെ 12 ജില്ലകളിൽ 131 ഗ്രാമങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. IIT ഡൽഹിയുടെ ഒരു പഠനത്തിൽ പറയുന്നത് കേരളത്തിലെ 31% ഭൂപ്രദേശവും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായിട്ടാണ്. ഏറ്റവും ഒടുവിൽ കുഫോസ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് വയനാട്ടിലെ 14% ഭൂപ്രദേശവും കേരളത്തിലെ 13% ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ മറ്റൊരു കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. 2018 മുതൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തിൻ്റെ അളവ് കൂടിയിരിക്കുന്നു. അത് 3.46% കണ്ട് കൂടിയിരിക്കുന്നു. അപ്പം ഈ സാഹചര്യത്തിലാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ശരിയാം വണ്ണം നടത്താതെ മുന്നോട്ട് പോകുന്നത്. അത് ഏത് പ്രദേശത്ത് വേണമെന്നോ എങ്ങനെ വേണമെന്നോ അപഗ്രഥിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോറിങ്. ഈ സാഹചര്യത്തിൽ കോറിങ് വയനാടിൻ്റെ ദുരന്തത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അങ്ങയോടുള്ളത്. കോറിങ് പോലെയുള്ള കോറിങ് എന്ന് പറയുന്നത് ഏതാണ്ട് 2020 കണക്കനുസരിച്ച് കേരളത്തിൽ തന്നെ മൊത്തം 5000-നോട് അടുത്ത് കോറികൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഏതാണ്ട് ഒരു 700 ചില്ലുവാനം കോറികൾ മാത്രമേ ലീഗലായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത്രയും ഇല്ലീഗലായുള്ള കോറിയിങ്, അപ്പൊ അത് എന്തുകൊണ്ടാണ് ലീഗൽ സാങ്ഷൻ കിട്ടാത്തത്? ശാസ്ത്രീയമായി നോക്കിയാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം കഴിഞ്ഞ 13 കൊല്ലത്തിനുള്ളിൽ 2543 കോറികൾ കൂട്ടിയതായിട്ടാണ് പറയുന്നത്. നിലവിൽ 561 കോറികളെ ഉള്ളെന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ പലതും നിയമപരമല്ലാത്തതായിരിക്കും. 15% കോറികൾ മാത്രമേ നിയമപരമായിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്.
അല്ല, ഈ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ലാഭകുതിയാണല്ലോ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ വേണം ടൂറിസം വികസനത്തെയും കാണേണ്ടത്. പ്രത്യേകിച്ച് വയനാട്ടിൽ ടൂറിസം എങ്ങനെയാണ് വയനാടിന്റെ കാര്യത്തിൽ പിന്നീട് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിച്ചത്. എവിടെയാണ് ടൂറിസം തുടങ്ങേണ്ടത്? എവിടെയാണ് അത്? ടൂറിസം എങ്ങനെയായിരിക്കണം? ലോകത്തിന്റെ തന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് പ്രകൃതി വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ വലിയ കൺസ്ട്രക്ഷൻ നടത്തിയല്ല റിസോർട്ടുകൾ പണിയുന്നത്. ആ പരിസ്ഥിതിക്ക് യോജിച്ച രീതിയിലുള്ള പ്രകൃതി ഭംഗി നഷ്ടപ്പെടാത്ത വിധമുള്ള പരമ്പരാഗതമായ നിർമ്മാണ രീതികളാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ 5 സ്റ്റാർ സ്റ്റൈൽ അല്ല. മറ്റൊരു പിന്നീട് ആരോപണം പലപ്പോഴും ഉണ്ടാകുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ മേഖലയുടെ കർഷകരുടെ കുടിയേറ്റം തീർച്ചയായിട്ടും നല്ലതാണോ ചീത്തയാണോ എന്ന വിശകലനം നല്ലതായിരിക്കും. പക്ഷെ അത് തികച്ചും ഉരുൾപൊട്ടലിന് വഴിയൊരുക്കി എന്ന് പറയുന്ന ഒരു ആരോപണം ശക്തമാണ്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ആ ആരോപണം വാസ്തവത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് വയനാട് ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തിന് കർഷകരുടെ കുടിയേറ്റം ഒരു കാരണമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് കൃഷിരീതികൾ വയനാടിൻ്റെ പ്രകൃതി ദുരന്തത്തിന് കാരണമായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കർഷകരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള എനിക്കൊരു അഭിപ്രായ വ്യത്യാസം. കാർഷിക മേഖല കുടിയേറ്റത്തിലൂടെയാണ് പലപ്പോഴും വികാസം പ്രാപിച്ചിട്ടുള്ളത്. പക്ഷെ അത് ആരാണ്, ഇന്നിടത്താണ് അത് യോജിച്ച സ്ഥലമെന്ന് നമ്മൾ എന്തുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച് അത് അവരോട് പറഞ്ഞില്ല? ഇവിടെ അപ്പോൾ ഉയരുന്ന മറ്റൊരു നിർദ്ദേശമെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ സോണിംഗ് നടത്താതെ പോയത് കൊണ്ടിട്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വയനാടിൻ്റെ പരിസ്ഥിതി അനുസരിച്ച് അതിനെ പല മേഖലകളായി തിരിക്കണം. സോണിംഗ് എന്ന് പറയും. അതായത് എവിടെയാണ് മനുഷ്യർ താമസിക്കാൻ യുക്തമായത്, എവിടെയാണ് കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്, അതായത് അതിനായി മാറ്റിവെച്ച സ്ഥലങ്ങളിൽ മാത്രമേ കൃഷിയും ടൂറിസം, കോറിയും മനുഷ്യവാസം തുടങ്ങിയവ നടക്കാവൂ. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷെ അവയുടെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അന്തിമ വിജ്ഞാപനം എത്രയും പെട്ടെന്നുണ്ടാകണം. അതനുസരിച്ചിട്ട് വേണം വികസന പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്. 2, സോണിംഗ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി നടപ്പിലാക്കണം. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. എവിടെയൊക്കെ കുറഞ്ഞ സാധ്യതയുണ്ടോ അവിടെയെല്ലാം തന്നെ സന്ദർശകരുടെ എണ്ണം പെർമിറ്റിലൂടെ പരിമിതപ്പെടുത്തണം. ഈ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും വളരെ ഉയർന്ന GST ഏർപ്പെടുത്തണം. മറ്റൊന്ന്, പോലീസിൻ്റെ റാപ്പിഡ് ഫോഴ്സ് ഈ രംഗത്ത് ശക്തമാക്കണം. വികസന നയത്തിൽ പരിസ്ഥിതിക്ക് അർഹമായ പ്രാധാന്യം നൽകുക എന്നതാണ് മറ്റൊരു കാര്യം. ചുരുക്കത്തിൽ പരിസ്ഥിതി ഓഡിറ്റിങ് ഉൾക്കൊള്ളുന്ന ഒരു പരിസ്ഥിതി അക്കൗണ്ടിങ്ങിന് വിധേയമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു തീർന്നാൽ പ്രത്യാഘാതം നമുക്ക് ഏത് ദുരന്തത്തിൻ്റെയും പ്രത്യാഘാതം നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.